ഒരു കാലത്ത് പ്രതിസന്ധിയിലായ കോൺഗ്രസിനെ തോളിലേറ്റി മുന്നോട്ട് കൊണ്ടുപോയ ഒരു നേതാവ് ഇന്ന് കർണാടകയുടെ മുഖ്യമന്ത്രി DK ശിവകുമാർ, കോൺഗ്രസിന്റെ പുതിയ പടത്തലവൻ. കർണാടകയിൽ നിന്ന് തുടങ്ങി ആന്ധ്രയും കേന്ദ്രവും രാഷ്ട്രീയമായി സ്വാധീനിക്കാൻ പോകുന്ന മാസ്റ്റർ പ്ലാനുമായി DKS ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി കർണാടകയുടെ മുഖ്യമന്ത്രിയായി എത്തുന്നത് ജയിക്കാൻ മാത്രം അറിയാവുന്ന ഒരു നേതാവല്ല, തോൽക്കാൻ വിസമ്മതിക്കുന്ന ഒരു രാഷ്ട്രീയ പോരാളി കൂടിയാണ് DK ശിവകുമാർ. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചാണക്യൻ, എതിരാളികളുടെ കണക്കുകൾ പോലും മുൻപേ കണക്ക് കൂട്ടുന്ന തന്ത്രജ്ഞൻ. പാർട്ടി പ്രതിസന്ധിയിലായപ്പോൾ ഒരു പടി പോലും പിന്നോട്ട് പോകാതെ നേതൃത്വം കാത്തുനിന്ന വിശ്വസ്തൻ. രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ തീയിൽ ചുട്ടുപഴുത്ത് ജയിൽവാസം വരെ അനുഭവിച്ച് ഇന്ന് കർണാടക ഭരിക്കാൻ അരയും തലയും മുറുക്കി എത്തുകയാണ് DK ശിവകുമാർ. പക്ഷേ ഇത് ഒരു വെറും മുഖ്യമന്ത്രി കസേരയുടെ കഥയല്ല സുഹൃത്തുക്കളെ. 2028 കർണാടകയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പും ജൻസി ഇന്ത്യയുടെ പുതിയ രാഷ്ട്രീയ പ്രതീക്ഷകളും ചേർന്ന ഒരു വലിയ രാഷ്ട്രീയ അധ്യായത്തിന്റെ തുടക്കമാകുകയാണോ ഇത്? അതായത് DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഒരു സംസ്ഥാനത്തിന്റെ അധികാരം മാത്രമായിരുന്നില്ല. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അടുത്ത കുറച്ച് വർഷങ്ങളിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ രാഷ്ട്രീയ സംഭവമാണ് അത്. കാരണം ഇന്ന് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നത് വെറും ഒരു നേതാവ് മാത്രമല്ല, പ്രതിസന്ധി വന്നപ്പോൾ പാർട്ടിയെ കൈവിടാൻ നിന്ന ഒരു വലിയ പോരാളി കൂടിയാണ്. അധികാരത്തിന്റെ തിളക്കമുള്ള ദിവസങ്ങളിലും അക്രമങ്ങൾ നിറഞ്ഞ ഇരുണ്ട ദിവസങ്ങളിലും കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്ന നേതാവാണ് ശ്രീ DK ശിവകുമാർ. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, കർണാടകയിൽ നടന്ന ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ബാംഗ്ലൂരിൽ മാത്രം ചർച്ചയാകാതെ അത് ഡൽഹിയിലും മുംബൈയിലും ഹൈദരാബാദിലും കേരളത്തിലുമെല്ലാം വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നത്. കാരണം DK ശിവകുമാർ എന്ന വലിയൊരു പോരാളി കർണാടകയിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഒരു വലിയ പ്രതീക്ഷയാണ് ഉയരുന്നത്. ഇത് കോൺഗ്രസിന്റെ ദേശീയ തിരിച്ചുവരവിന്റെ തുടക്കമാകുമോ എന്നൊരു വലിയ ചോദ്യമാണ് ഇപ്പോൾ അവർ ചോദിക്കുന്നത്. അതേസമയം BJP ക്യാമ്പിൽ ഉയരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അതായത് കർണാടകയിൽ നടന്ന ഈ വലിയ തലമുറ മാറ്റം അത് കർണാടകയിലെ BJP പ്രവർത്തകരെ കോൺഗ്രസിനെതിരെ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുവാൻ ഊർജം നൽകുമോ എന്നതാണ് ഇപ്പോൾ BJP ക്യാമ്പുകളിൽ ഏറെ ചർച്ചയായി മാറുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നമുക്ക് ചർച്ച ചെയ്യാം. അതായത് DK എന്ന പുതിയ മുഖ്യമന്ത്രി എങ്ങനെയാണ് കോൺഗ്രസിനെ ഡൽഹി പിടിക്കാൻ വഴി തെളിക്കുന്നത് എന്നും, അല്ലെങ്കിൽ എങ്ങനെയാണ് DK എന്ന വലിയ നേതാവിനെ BJP എതിർക്കാനുള്ള പദ്ധതികൾ എന്നും നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വലിയ അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റത്തിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. ഈ സമയത്ത് നിങ്ങളുടെ വലിയ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. സുഹൃത്തുക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DK ശിവകുമാർ എന്ന വ്യക്തി ഒരു സാധാരണ മുഖ്യമന്ത്രി അല്ല. അതായത് തെരഞ്ഞെടുപ്പ് എങ്ങനെ ജയിക്കാമെന്നും പ്രവർത്തകരെ എങ്ങനെ ഒരുമിപ്പിക്കാമെന്നും പ്രതിസന്ധിയെ എങ്ങനെ അവസരമാക്കാം എന്നതും അറിയാവുന്ന ഒരു രാഷ്ട്രീയ നയതന്ത്രജ്ഞൻ തന്നെയാണ് അദ്ദേഹം. അതായത് അമിത്ഷായുടെ അടുത്ത് കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു നേതാവ്. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയെ പലരും ഒരു പുതിയ രാഷ്ട്രീയ അധ്യായത്തിന്റെ തുടക്കമായിട്ടാണ് കാണുന്നത്. അതായത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ DK ശിവകുമാറിന്റെ ഉയർച്ച കോൺഗ്രസിന് നൽകുന്നത് ഒരു വലിയ ശക്തി എന്ന അധികാരമല്ല, മറിച്ച് ഒരു വലിയ ആത്മവിശ്വാസമാണ്. കാരണം അദ്ദേഹം ഒരു കസേരയിൽ ഇരിക്കുന്ന ഭരണാധികാരി മാത്രമല്ല, ജയിക്കാനുള്ള മനോഭാവം പ്രവർത്തകരിൽ നിറയ്ക്കാൻ കഴിയുന്ന സംഘടനാ നേതാവായിട്ടാണ് അറിയപ്പെടുന്നത്. വർഷങ്ങളായി കർണാടക കോൺഗ്രസിനെ ഒരുമിച്ച് നിർത്താനും പ്രവർത്തകരെ സജ്ജമാക്കാനും തെരഞ്ഞെടുപ്പ് യന്ത്രത്തെ ശക്തിപ്പെടുത്താനും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചുവെന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുവായ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന കസേര ലഭിക്കുന്നത്. ഇതൊരു വ്യക്തിയുടെ വിജയത്തിനുപരി രാജ്യത്തുടനീളമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമായി ഇത് മാറുന്നുണ്ട്. പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ പാർട്ടി അതിനെ അംഗീകരിക്കും എന്ന വലിയ സന്ദേശം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കർണാടകയിൽ ഉയരുന്ന ആഘോഷം ഒരു മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയെ ചുറ്റിപ്പറ്റിയുള്ള ആവേശം മാത്രമല്ല, അത് വരാനിരിക്കുന്ന വർഷങ്ങളിലെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ദിശയെക്കുറിച്ചുള്ള പ്രതീക്ഷയും ചോദ്യവും നിറഞ്ഞ ഒരു നിമിഷമാണ്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒരു കാര്യം മാത്രമാണ്: DK ശിവകുമാർ കർണാടകയെ എങ്ങോട്ടാണ് നയിക്കുന്നത്? അതിലും വലിയ ചോദ്യം അദ്ദേഹത്തിന്റെ ഈ ഉയർച്ച കോൺഗ്രസിന് എത്ര ദൂരം മുന്നോട്ട് കൊണ്ടുപോകും എന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല,
കോൺഗ്രസിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നേതൃത്വ പോരാട്ടങ്ങൾ പലപ്പോഴും പാർട്ടിക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പല സംസ്ഥാനങ്ങളിലും അതുകൊണ്ട് അധികാരം പോലും നഷ്ടമാക്കിയിട്ടുണ്ട്. എന്നാൽ കർണാടകയിൽ ഇന്ന് കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. വർഷങ്ങളായി സ്വന്തം രാഷ്ട്രീയ ശക്തിയുടെ ജനപിന്തുണയും ഉള്ള രണ്ട് വലിയ നേതാക്കൾ DK ശിവകുമാറിനെയും സിദ്ധരാമയ്യയും ഒരേ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നത് ഇതുവരെ കോൺഗ്രസിൽ കാണാത്ത ഒരു വലിയ നേതൃത്വ പാഠവും തന്നെയാണ്. ഒരാൾക്ക് ദേശീയ തലത്തിൽ വലിയ ഉത്തരവാദിത്വം നൽകുകയും മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്ത ഈ തീരുമാനം വെറും ഒരു സ്ഥാന വിഭജനം മാത്രമായിരുന്നില്ല, കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ശക്തമായ ഒരു സന്ദേശം കൂടിയായിരുന്നു. അതായത് വ്യക്തികളെക്കാൾ വലുത് പാർട്ടിയാണെന്നും സ്ഥാനങ്ങളെക്കാൾ വലുത് വിജയമാണ് എന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് കർണാടകയിൽ നടക്കുന്ന ഈ വലിയ നീക്കത്തെ പലരും കോൺഗ്രസിന്റെ പുതിയ ഐക്യ രാഷ്ട്രീയത്തിന്റെ മാതൃകയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ BJP ക്യാമ്പിൽ ഉയരുന്ന ഏറ്റവും വലിയ ആശങ്ക എന്താണെന്ന് അറിയാം. അത് മറ്റൊന്നുമല്ല, കർണാടക ഒരു സാധാരണ സംസ്ഥാനമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ദക്ഷിണേന്ത്യയിൽ BJP ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നിക്ഷേപം നടത്തിയൊരു സംസ്ഥാനമാണത്. വർഷങ്ങളായി ദക്ഷിണേന്ത്യയിലേക്കുള്ള BJPയുടെ പ്രധാന കവാടമായിരുന്നു കർണാടക. അത്തരമൊരു സംസ്ഥാനത്ത് കോൺഗ്രസിനെ പോലൊരു പാർട്ടി ശക്തമായ നേതൃത്വവും സ്ഥിരതയുള്ള ഭരണവും പ്രവർത്തകരുടെ ഐക്യവും ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്നതിൽ വിജയിച്ചാൽ അതിന്റെ പ്രതിഫലം ബാംഗ്ലൂരിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതിന്റെ രാഷ്ട്രീയ തരംഗങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലേക്കും പിന്നെ തെലങ്കാനയിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും എത്തും എന്നതാണ് വസ്തുത. കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയം പലപ്പോഴും ഒരു സംസ്ഥാനത്ത് വിജയിക്കുന്ന മോഡലുകളുടെ മറ്റൊരു സംസ്ഥാനത്തേക്ക് പകർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് കർണാടകയിൽ നടക്കുന്ന ഈ വലിയ തലമുറ മാറ്റം ദേശീയ രാഷ്ട്രീയ നിരീക്ഷകർ ഇത്രയും ശ്രദ്ധയോടെ നോക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ചില സംസ്ഥാനങ്ങളിൽ ചില പ്രത്യേക പാർട്ടികൾക്കുണ്ടാകുന്ന അപ്രതീക്ഷിതമായ വിജയം ഒരു ട്രെൻഡാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ഒരു മോഡലാക്കി മാറ്റിയോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പരീക്ഷിക്കുവാൻ ഒരു പ്രവണത ഇന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തമിഴ്നാട്ടിലെ വിജയ് എന്ന സിനിമാ താരത്തിന്റെ ഉന്നത വിജയം. അതേ വിജയം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പകർത്തുവാൻ പല നേതാക്കളും ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം. അവിടെ തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് തമിഴ്നാട്ടിലെ വിജയ് എന്ന സിനിമാ നടനെ പോലുള്ള വലിയൊരു മുഖത്തെ ആന്ധ്രയിൽ ഇറക്കി അവിടെ കോൺഗ്രസിന്റെ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ആദ്യ പടികൾ ആരംഭിച്ചു എന്നതാണ് രാഷ്ട്രീയ വൃത്തത്തിലെ ഏറ്റവും പുതിയ വർത്തമാനം. കോൺഗ്രസിന്റെ ഇത്തരം വലിയ പദ്ധതികൾക്കൊക്കെ കടിഞ്ഞാൻ വലിക്കുന്ന ഒരു പ്രധാന മുഖം തന്നെയാണ് ശ്രീ DK ശിവകുമാർ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ജനങ്ങളെ തേടിപ്പോകുന്ന നേതാവിലുപരി സാധാരണ ദിവസങ്ങളിലും പ്രവർത്തകരുമായും പൊതുജനങ്ങളുമായും ബന്ധം നിലനിർത്തുന്ന ഒരു നേതാവിന്റെ പ്രതിച്ഛായയാണ് ശ്രീ DK ശിവകുമാർ ഉള്ളത്. അതായത് ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒരുപോലെ സ്വാധീനിക്കാവുന്ന ഒരു നേതാവായി അദ്ദേഹം വളർന്നത് അതുകൊണ്ടാണ്. പാർട്ടി പ്രവർത്തകർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രവർത്തകരെ മറക്കാത്ത നേതാവാണ് DK. ആ വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ മൂലധനവും. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാവുമ്പോൾ ഒരു വലിയ വ്യക്തി അധികാരത്തിലെത്തുന്നു എന്നതിലുപരി കോൺഗ്രസിന്റെ സംഘടന അടിത്തറ കൂടുതൽ ശക്തമാകുന്ന പ്രതീക്ഷയാണ് പ്രവർത്തകരിൽ ഉയരുന്നത്. എന്നാൽ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചോദ്യം ഇപ്പോഴാണ് തുടങ്ങുന്നത്. DK ശിവകുമാർ മുഖ്യമന്ത്രിയായത് കോൺഗ്രസിന്റെ വിജയമാണെന്ന് എല്ലാവരും സമ്മതിക്കും. എന്നാൽ ഈ വിജയം കർണാടകത്തിലെ അതിർത്തികൾ കടന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ എത്ര വലിയ സ്വാധീനം ചെലുത്തും? BJP ഇതിനെ എന്താണ് മറുപടി നൽകുന്നത്? ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അടുത്ത അധ്യായം എങ്ങനെയായിരിക്കും? ഇതാണ് ഇനി രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയ പോരാട്ടം. പക്ഷേ സുഹൃത്തുക്കളെ, ഇവിടെ ഒരു വലിയ സത്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ കസേരയിൽ എത്തുക എന്നത് ഒരു വലിയ രാഷ്ട്രീയ യാത്രയുടെ അവസാനമല്ല, യഥാർത്ഥ പരിഷ്കാരത്തിന് തുടക്കമാണ് അത്. അതായത് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് ഒരു കാര്യമാണ്, എന്നാൽ ജനങ്ങളുടെ വിശ്വാസവും ദിവസവും നിലനിർത്തുന്നത് അതിലും വലിയ കാര്യമാണ്. ഇന്ന് ബാംഗ്ലൂരു നേരിടുന്ന ഗതാഗതക്കുരുക്ക്, അടിസ്ഥാന സൗകര്യ വികസനം, യുവാക്കൾക്കുള്ള തൊഴിലവസരങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ, ജലക്ഷാമം, പുതിയ നിക്ഷേപങ്ങൾ എന്നിവയെല്ലാം DK ശിവകുമാറിന്റെ സർക്കാർ ഫലം കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നത്തെ ഇന്ത്യയിൽ ജനങ്ങൾ പ്രസംഗങ്ങൾ മാത്രം കേട്ട് വിധി പറയുന്നവരല്ല.
അവർ റോഡുകൾ നോക്കും, തൊഴിൽ നോക്കും, വികസനം നോക്കും, ജീവിതത്തിൽ വന്ന മാറ്റം നോക്കും. അതുകൊണ്ടാണ് ഇന്ന് ലഭിച്ച കൈയടിയേക്കാൾ വലിയ വെല്ലുവിളി നാളെയുടെ പ്രതീക്ഷകളാണെന്ന് നിരീക്ഷകർ ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ പറയുന്നത്, ഇനി വരുന്ന 2 വർഷക്കാലം കോൺഗ്രസിനും BJPക്കും ഒരുപോലെ നിർണായകമാകും. DK ശിവകുമാർ ഒരു വിജയകരമായ ഭരണ നേതാവായി മാറുകയാണെങ്കിൽ കോൺഗ്രസ് അത് ദേശീയ തലത്തിലെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റും. അതായത് BJPക്ക് ബദൽ വെറും മുദ്രാവാക്യമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെയാണ് തെളിവ് എന്നവർ രാജ്യത്തുടനീളം ബാധിക്കും. എന്നാൽ മറുവശത്ത് ഒരു വീഴ്ചയെങ്കിലും സംഭവിച്ചാൽ, ഒരു വാഗ്ദാനം പോലും പാലിക്കപ്പെടാതിരുന്നാൽ അതിനെ BJP ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും എന്ന് ഉറപ്പ്. അതുകൊണ്ട് തന്നെ ഇതൊരു മുഖ്യമന്ത്രിയുടെ പരീക്ഷണം മാത്രമല്ല സുഹൃത്തുക്കളെ, അത് ഇന്ത്യയിലെ 2 വലിയ ദേശീയ പാർട്ടികളുടെ ഭാവിയെ സ്വാധീനിക്കുന്ന ഒരു രാഷ്ട്രീയ മത്സരം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, ഇവിടെ മറ്റൊരു വികാരഭരിതമായ സത്യം കൂടിയുണ്ട്. ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷിക്കുന്നത് ഒരു വ്യക്തിയുടെ സ്ഥാനക്കയറ്റം മാത്രമല്ല, മറിച്ച് വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന്റെയും വിശ്വാസത്തിന്റെയും ക്ഷമയുടെയും ഫലമായിട്ടാണ് ഇതെന്ന് അവർ കരുതുന്നു. അതായത് രാഷ്ട്രീയ ആക്രമണങ്ങളും ആരോപണങ്ങളും അന്വേഷണങ്ങളും പ്രതിസന്ധികളും നേരിട്ടും പാർട്ടിയെ കൈവിടാതെ മുന്നോട്ട് നടന്ന നേതാവാണ് ശ്രീ DK ശിവകുമാർ. ആ വിശ്വാസമാണ് പ്രവർത്തകരെ ഇപ്പോഴും ആവേശഭരിതരാക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതെല്ലാം പറയുമ്പോഴും ഒരു വലിയ ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, DK ശിവകുമാർ മുഖ്യമന്ത്രിയായത് കോൺഗ്രസിന്റെ വലിയ വിജയമാണോ, അതോ BJPയെ കൂടുതൽ ശക്തരാക്കി തിരിച്ചു വരുത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ യുദ്ധത്തിന്റെ തുടക്കമാണോ? അതിന്റെ ഉത്തരം ഇന്ന് ആരുടെയും കയ്യിലില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നു മുതൽ കർണാടക വെറും ഒരു സംസ്ഥാനമല്ല, ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രധാന യുദ്ധഭൂമിയിൽ ഒന്നായി അത് മാറുകയാണ്. കാരണം എല്ലാവരും ഇനി ശ്രദ്ധിക്കുന്നത് സത്യപ്രതിജ്ഞ വേദിയിലല്ല, അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നതാണ്. കോൺഗ്രസ് എത്ര ശക്തമാകുന്നു, BJP എങ്ങനെ പ്രതികരിക്കുന്നു, 2028 കർണാടക തെരഞ്ഞെടുപ്പിന്റെ അടിത്തറ എപ്പോൾ പാകപ്പെടുത്തും, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ദിശ ഇവിടെ നിന്നാണോ രൂപപ്പെടുന്നത്? ഈ ചോദ്യങ്ങളാണ് ഇനി രാജ്യത്തിലെ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രം. അതുകൊണ്ടാണ് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അങ്ങയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. DK ശിവകുമാർ മുഖ്യമന്ത്രിയായത് കോൺഗ്രസിന്റെ ദേശീയ തിരിച്ചുവരവിന്റെ തുടക്കമായിട്ട് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ, അതോ BJP കൂടുതൽ ശക്തമായി തിരിച്ചു വരുന്ന ഒരു പുതിയ രാഷ്ട്രീയ അധ്യായത്തിന്റെ തുടക്കമായി അങ്ങ് ഇതിനെ കരുതുന്നുണ്ടോ? അങ്ങയുടെ അഭിപ്രായം ദയവായി കമന്റിൽ രേഖപ്പെടുത്തൂ. ഈ ചർച്ചകൾ അങ്ങയുടെ ശബ്ദവും ഞങ്ങൾക്ക് നിർണായകമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്യണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്നും അറിയിക്കട്ടെ. നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ വ്യക്തമായി പരിശോധിക്കും, ഞങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങൾ ഓരോ കമന്റിനും വ്യക്തമായ മറുപടിയും ഞങ്ങൾ ഇവിടെ തന്നെ നൽകും എന്നും ഉറപ്പു നൽകട്ടെ. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.